ഹലോ ഗായ്സ് വെൽക്കം ടു ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗേൾസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ്. അതായത് ഇറഗുലർ ആയിട്ട് വരുന്ന പീരീഡ്സ് ഇറഗുലർ ആവുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഏകദേശം കുറച്ചൊക്കെ ധാരണകൾ ഉണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് പീരീഡ്സ് ഡിലേ ആവുന്നത് എന്നുള്ളതൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതായത് സ്ത്രീകളിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഉണ്ട്. അതിൻ്റെ അളവിൽ മാറ്റം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി ഭക്ഷണ രീതി കാരണം കൊണ്ടും നമുക്ക് പീരീഡ്സ് ഇറഗുലർ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ വരുന്നതാണ് PCOD PCOS തൈറോയിഡ് സ്ട്രെസ് ഒക്കെ ഉള്ളവർക്കും പല മരുന്നിന്റെ ഉപയോഗം പോലും നമുക്ക് പീരീഡ്സ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഓവറായിട്ട് ബർത്ത് കൺട്രോൾ പിൽസ് യൂസ് ചെയ്യുന്നവർക്കും പിന്നെ ഡിപ്രഷന്റെ മരുന്നൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായത് എന്തുകൊണ്ടാണ് പീരീഡ്സ് ഡിലേ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ. ഇന്നൊരു 90% പെൺകുട്ടികൾക്കും അറിയാം എന്തുകൊണ്ടാണ് നമ്മളെ പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെതായാലും ഇപ്പം ഞാനായാലും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെതായാലും നമ്മുടെ ജീവിതശൈലി ആയാലും കൊണ്ടാണ് നമ്മളെ പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരുന്നത്. പക്ഷെങ്കിൽ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്ന ഹോം റെമഡീസ് 100% ഉറപ്പ് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ചിലവരെന്ത് ചെയ്യും, ഡയറക്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് കഴിക്കും അല്ലേ. അതായത് ഒരു 3-4 ദിവസം വരെ വെയിറ്റ് ചെയ്യായിരിക്കും. പിന്നെ ഡോക്ടറുടെ അടുത്ത് പോയി ഡോക്ടർ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക കഴിക്കാൻ പറയും. ആ ഗുളിക കഴിച്ചിട്ട് ഒരു 4ാമത്തെ ദിവസം അല്ലെങ്കിൽ 5ാമത്തെ ദിവസം നമുക്ക് പീരീഡ്സ് ആവും. എന്തായാലും ആവും. ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പീരീഡ്സ് നമുക്ക് എന്തായാലും ആകും. സിമ്പിളായിട്ട് നമുക്ക് പീരീഡ്സ് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ജിഞ്ചർ ഹണി ടീ ആണ്. അതായത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് ജിഞ്ചർ ക്രഷ് ചെയ്തിട്ടുള്ള ജിഞ്ചർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു സ്പൂണ് നമുക്ക് അറിയാലോ നമ്മൾ ആവശ്യത്തിനുള്ള ഹണി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്യുക. ഡെയിലി ഒരു 1 to 2 ടൈംസ് നമുക്ക് ഡെയിലി കഴിക്കാം. പിന്നെ മെയിനായിട്ടുള്ള സാധനമാണ് സിനമൺ, അതായത് കറുവപ്പട്ട. അത് നമ്മളെ ഇൻസുലിൻ ലെവലൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് നമ്മളെ വെയിറ്റ് ലോസ് റിഡക്ഷനിലൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കറുവപ്പട്ട എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കറുവപ്പട്ട പൊടിച്ചതിട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഡെയിലി കുടിക്കാം. ഒരു 1-2 തവണയൊക്കെ ഡെയിലി നമുക്ക് കുടിക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് മഞ്ഞൾപ്പൊടി നമുക്ക് അറിയാമല്ലേ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം നല്ലതാണ് മഞ്ഞൾപ്പൊടി എന്നുള്ളത്. മഞ്ഞൾപ്പൊടി നമുക്ക് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ ചൂട് പാലിൻ്റെ അകത്തോ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പൈനാപ്പിൾ കഴിക്കാം. അതായത് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ കഴിക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ വേറൊന്നും ആഡ് ചെയ്യാതെ നമുക്കത് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുകയോ ചെയ്യാം. മെയിനായിട്ട് ഞാനിപ്പോൾ 4 മെത്തേഡാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്ന് ജിഞ്ചർ ഹണി ടീ, പിന്നെ സിനമൺ നമുക്ക് കഴിക്കാം, പൈനാപ്പിൾ കഴിക്കാം, പിന്നെ ടേമറിക് മിൽക്ക് അല്ലെങ്കിൽ വെള്ളത്തിലോ നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റും. 4 മെത്തേഡിലും എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് പൈനാപ്പിൾ കഴിച്ചപ്പോഴായിരുന്നു. പിന്നെ നമ്മുടെ ജിഞ്ചർ ടീ. ഈ 4 മെത്തേഡിലും നമ്മൾ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേ ഹൈഡ്രേറ്റ്. അതായത് 2-3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിച്ചിരിക്കണം. പിന്നെ യോഗ അല്ലെങ്കിൽ എക്സസൈസും യോഗയും ചെയ്താൽ നമ്മുടെ സ്ട്രെസ്സൊക്കെ റെഡ്യൂസ് ചെയ്യാനും പിന്നെ ഹോർമോണൽ ബാലൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഹെൽത്തി ഡയറ്റും. എപ്പോഴും നമ്മൾ നല്ല ഫുഡുകൾ മാത്രം കഴിക്കുക, പച്ചക്കറികളും പഴങ്ങളും നല്ല ഫുഡുകൾ മാത്രം കഴിക്കുക. ഇത് പറയുമ്പോൾ ഇത് ലാസ്റ്റ് പറയാൻ കാരണം എത്രത്തോളം ഇത് പോസിബിൾ ആവും, ഇന്നത്തെ കാലത്ത് എത്രത്തോളം ഇത് പോസിബിൾ ആവുമെന്ന് പറയാൻ പറ്റൂല അല്ലെ. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ജങ്ക് ഫുഡും ഒക്കെ കഴിക്കുന്നതാണ്. പക്ഷേങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ അത് ഓരോ സാഹചര്യമാണല്ലോ നമ്മൾ ഫുഡ് കഴിക്കുന്നതും നമ്മൾ ഓരോ സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, യോഗ ചെയ്യുക, നല്ലോണം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഇപ്പം ഞാൻ പറഞ്ഞ 4 മെത്തേഡ്സിൽ ഏതെങ്കിലും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് എക്സസൈസും യോഗയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോ എക്സസൈസും യോഗയും ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എത്രത്തോളം വർക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്തൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.